നമസ്കാരം, എഡ്യൂഗ്രാസ്പിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മുടെ നവോത്ഥാനത്തിൻ്റെ ഒരു നായകനെയും കൊണ്ടുവന്നിരുന്നു. കുര്യാക്കോസ് ഏലിയാസ് ചാവറയെ നമ്മൾ പരിചയപ്പെട്ടിരുന്നു. അതുപോലെ തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നമ്മൾ എടുത്തിരുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്ക് ഏറ്റവും കൺഫ്യൂസിങ് ആയിട്ടുള്ള ചെറിയ അധ്യായങ്ങളാണ്. അതായത് ചെറിയ അധ്യായങ്ങളിൽ നിന്ന് നമുക്ക് പെട്ടെന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഇതുവരെ PSC പഠിക്കാത്തൊരു വ്യക്തിക്കായാലും ചെറിയ അധ്യായങ്ങളിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ കിട്ടിയാൽ അത്രയ്ക്ക് നല്ലതാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യമായിരിക്കും. നമുക്ക് പെട്ടെന്ന് പഠിച്ചു വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഒരു പരീക്ഷയ്ക്ക് എന്തെങ്കിലും വന്നാൽ എന്നാൽ പെട്ടെന്ന് നെഗറ്റീവ് ആവും, മൈനസ് ആവും, അതാണോ ഇതാണോ എന്നുള്ളൊരു സംശയം കൂടി വരും അല്ലേ. അപ്പോൾ അതൊക്കെ മാറ്റി വെച്ച് നമുക്ക് കൃത്യമായിട്ടൊരു ആൻസർ എഴുതാൻ പറ്റണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അതിലൊരു സംശയം വരരുത്. നമുക്ക് LP UP ക്കാലും ചെറിയ ചെറിയ GK വന്നു കഴിഞ്ഞാൽ അതിൽ നമുക്കൊരു സംശയം വരരുത്. എത്രയൊക്കെ 20 മാർക്കിൻ്റെ സൈക്കോളജിയൊക്കെ കൃത്യമായിട്ട് പഠിച്ചു എന്ന് നമുക്ക് ഒരിക്കലും ഒരു ചെറിയൊരു GK പുറത്ത് എന്ത് ചെയ്യരുത്, നമുക്ക് തെറ്റുപറ്റരുത്. 20 മാർക്കിൻ്റെ സൈക്കോളജി നമുക്ക് നേടാമെങ്കിൽ 50 മാർക്കിൻ്റെ GK ആയാലും 60 മാർക്കിൻ്റെ GK ആയാലും കൃത്യമായിട്ട് നമുക്ക് നേടാൻ കഴിയണം. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് വരാം. ഇന്ന് നമുക്ക് കുറച്ച് ചെറിയ അധ്യായങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളിന്ന് ആദ്യമായിട്ട് എടുക്കുന്ന ടോപ്പിക്ക് കേരളത്തിലെ ചുരങ്ങളാണ്. കേരളത്തിലെ പ്രധാനപ്പെട്ട ചുരങ്ങൾ. കേരളത്തിലെ ഏറ്റവും വലിയ ചുരമെന്നറിയപ്പെടുന്നത് പാലക്കാട് ചുരമല്ലേ. ഈ പാലക്കാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാതയല്ലേ NH 544 അല്ലേ, നമ്മൾ പഠിക്കുന്നതാണ്. അപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ ചുരം പാലക്കാട് ചുരമാണെങ്കിൽ ഈ പാലക്കാട് ചുരം തമ്മിൽ ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ നമ്മൾ പഠിക്കണം. ഏതൊക്കെയാണ്? പാലക്കാടിനെയും കോയമ്പത്തൂരിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് പാലക്കാട് ചുരം അല്ലേ. അതുപോലെ തന്നെ കേരളത്തിലെ ഏറ്റവും വലിയ ഒരു ചുരമല്ലേ ഏതാണ്? ആര്യങ്കാവ് ചുരം. ആര്യങ്കാവ് ചുരം ബന്ധിപ്പിക്കുന്ന ഏതൊക്കെയാണ്? കൊല്ലത്തെയും ചെങ്കോട്ടയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു അല്ലേ. കൊല്ലത്തെയും ചെങ്കോട്ടയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമല്ലേ ആര്യങ്കാവ് ചുരം. അതുപോലെ തന്നെ പെരിയ ചുരം, പേരമ്പാടി ചുരം എന്നൊക്കെ കേട്ടിട്ടില്ലേ. അപ്പൊ പെരിയ ചുരം ബന്ധിപ്പിക്കുന്നത് എന്താണ്? മാനന്തവാടിയെയും മൈസൂരിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമല്ലേ പെരിയ ചുരം. അതുപോലെ തന്നെ പേരമ്പാടി ചുരം ഏതൊക്കെയാണ്? കണ്ണൂരിനെയും കൂർഗിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് പേരമ്പാടി ചുരം. അപ്പൊ കേരളത്തിലെ പ്രധാന കുറച്ച് ചുരങ്ങളാണ് പറഞ്ഞത്. ഒന്നെന്ന് പറയുന്നത് ആര്യങ്കാവ് ചുരം പറഞ്ഞു, അതുപോലെ തന്നെ പാലക്കാട് ചുരം പറഞ്ഞു, പെരിയ ചുരം പറഞ്ഞു, പേരമ്പാടി ചുരം തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഏതൊക്കെയാ? കണ്ണൂരിനെയും കൂർഗിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് ഏതാ? പേരമ്പാടി ചുരം. പഠിച്ചു വെക്കണേ. അതുപോലെ തന്നെ ബോഡിനായ്ക്കന്നൂർ ചുരം ഇടുക്കിയെയും മധുരയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതല്ലേ ബോഡിനായ്ക്കന്നൂർ ചുരം. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചുരം പറഞ്ഞില്ല, വയനാട് ചുരം എന്നറിയപ്പെടുന്ന താമരശ്ശേരി ചുരം അല്ലെ. കോഴിക്കോടിനെയും വയനാടിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു അല്ലെ. കോഴിക്കോടിനെയും വയനാടിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ഏതാ? താമരശ്ശേരി ചുരം. പഠിച്ചു വെക്കണേ. അതുപോലെ തന്നെ പിന്നെ പ്രധാനമായിട്ട് കേരളത്തിലെ പാൽച്ചുരം എന്നറിയപ്പെടുന്നത് ബന്ധിപ്പിക്കുന്നത് വയനാടിനെയും കണ്ണൂരിനെയാണ്. കേരളത്തിലെ പാൽച്ചുരം എന്നറിയപ്പെടുന്നത് വയനാടിനെയും കണ്ണൂരിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ്. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇത്രയും കാര്യങ്ങൾ ചുരങ്ങളുടെ കാര്യത്തിൽ നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക. പിന്നീട് നമ്മൾ അടുത്ത ടോപ്പിക് എടുത്ത ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ചുരങ്ങളാണ്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ചുരങ്ങൾ നമുക്കറിയാം. സോജില ചുരം നമ്മുടെ സ്കൂൾ ടെക്സ്റ്റിൽ 10ാം ക്ലാസ് സ്കൂൾ ടെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ജിയോഗ്രഫിയിൽ ചുരങ്ങൾ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിൽ ഇന്ത്യയുടെ ചുരങ്ങൾ പറയുന്നുണ്ട്. കൃത്യമായിട്ട് അതിൽ നിന്ന് നമുക്ക് LP UP എന്ന് പറയുന്ന ഇതിൽ കൃത്യമായി നമുക്ക് ചുരങ്ങളിൽ നിന്നൊരു ചോദ്യം അപ്പോൾ ഉണ്ടായിരിക്കും. അപ്പോൾ സോജില ചുരം ബന്ധിപ്പിക്കുന്നത് ആരൊക്കെ തമ്മിലാണ്? ശ്രീനഗറിനെയും കാർഗിലിനെയാണ്. ജമ്മു കാശ്മീരിന്റെ സ്ഥലമായ ശ്രീനഗറിനെയും കാർഗിലിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന സ്ഥലമാണ് ഏതാ? ഈ പറഞ്ഞ സോജില ചുരം. അതുപോലെ തന്നെ നമുക്ക് പറയാം സിക്കിമിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതല്ലേ നാഥുല ചുരം. എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന നാഥുല ചുരം അല്ലേ. സിക്കിമിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് നാഥുല ചുരമെങ്കിൽ ജലപ്ല ചുരം എന്ന് പറയുന്നത് സിക്കിമിനെയും ലാസയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതല്ലേ. പഠിച്ചു വെക്കണേ. അപ്പോൾ നാഥുല ചുരം സിക്കിമിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണെങ്കിൽ നാഥുല ചുരം എന്ന് പറയുന്ന സിക്കിമിനെയും ടിബറ്റിനെ ആണെങ്കിൽ ജലപ്ല ചുരം സിക്കിമിനെയും ലാസയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു അല്ലേ. അതുപോലെ തന്നെ ബനിഹാൽ ചുരം ഏതൊക്കെയാണ്? ജമ്മുവിനെയും ശ്രീനഗറിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതല്ലേ ബനിഹാൽ ചുരം. പഠിച്ചു വെക്കണേ. ബനിഹാൽ ചുരം എന്താണ്? ജമ്മുവിനെയും ശ്രീനഗറിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ഏതാ? ബനിഹാൽ ചുരം. പഠിച്ചു വെക്കാം. അതുപോലെ തന്നെ പിന്നെ ഷിപ്കില ചുരം ഹിമാചൽ പ്രദേശിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമല്ലേ ഷിപ്കില ചുരം. പഠിച്ചു വെക്കണേ. എന്താണ്? ഹിമാചൽ പ്രദേശിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് ഏതാ? ഷിപ്കില ചുരം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ബോംഡില ചുരം അരുണാചൽ പ്രദേശിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് ഏത്? ബോംഡില ചുരം എന്ന് പറയുന്നത്. പഠിച്ചു വെക്കുക. അരുണാചൽ പ്രദേശിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് ബോംഡില ചുരം. അതുപോലെ തന്നെ ദിഹാങ് പാസ് അഥവാ ദിഹാങ് ചുരം എന്ന് പറയുന്നത് ഏതിനെയാണ്? അരുണാചൽ പ്രദേശിനെയും മാൻഡേലയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമല്ലേ ഏതാണ്? ദിഹാങ് ചുരം എന്ന് പറയുന്നത്. അപ്പോൾ
ഇത്രയും ചുരങ്ങളൊന്ന് പഠിച്ചു വെക്കുക. എല്ലാം ഒരു കത്തൽ പോലെ ആയിരിക്കും. ഒന്ന് എഴുതിയെടുത്ത് പഠിക്കുക. എന്താണ് സോജിലാ ചുരം, അതുപോലെ തന്നെ എന്താണ് കാർത്തുങ്കുല ചുരം, ലേയും സിയാച്ചിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കാർത്തുങ്കുല ചുരം, അതുപോലെ തന്നെ ബെനിഹാൽ ചുരം, അതുപോലെ തന്നെ എന്താണ് റോഹ്താങ് ചുരം, നാദുല ചുരം. ഈ ചുരങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് നോട്ട് ചെയ്യുക. പിന്നീട് അടുത്തൊരു പോയിന്റ് നമ്മൾ പഠിക്കുന്ന ലോഹങ്ങൾ പ്രധാനപ്പെട്ട ലോഹങ്ങളും അതിന്റെ അയിരുകളും നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. അലൂമിനിയത്തിന്റെ അയിരാണ് ഏത്, ബോക്സൈറ്റും ക്രയോലൈറ്റും. എപ്പോഴും പരീക്ഷയ്ക്ക് അയിരുകളിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. അപ്പോൾ അലൂമിനിയത്തിന്റെ അയിരെന്നറിയപ്പെടുന്ന ഏതാണ്, ബോക്സൈറ്റും ക്രയോലൈറ്റുമാണ്. അതുപോലെ തന്നെ ഇരുമ്പിന്റെ അയിരെന്നറിയപ്പെടുന്നത് ഹേമറ്റൈറ്റും മാഗ്നറ്റൈറ്റുമാണ്. പഠിച്ചു വെക്കണേ. അപ്പോൾ ഇരുമ്പിന്റെ അയിരെന്നറിയപ്പെടുന്നത് ഹേമറ്റൈറ്റും മാഗ്നറ്റൈറ്റും ആണെങ്കിൽ ടൈറ്റാനിയത്തിന്റെ അയിരെന്താന്ന് ചോദിക്കും. ടൈറ്റാനിയത്തിന്റെ അറ്റോമിക് നമ്പർ എത്രയാണ്, 22 ആണ് അല്ലേ. ടൈറ്റാനിയത്തിന്റെ അറ്റോമിക് നമ്പർ 22. നമുക്ക് കുറച്ച് അറ്റോമിക് നമ്പർ ഒന്ന് പറഞ്ഞു നോക്കാം. ഓക്സിജന്റെ അറ്റോമിക് നമ്പർ എത്ര, 8 ആണ്. നൈട്രജന്റെ അറ്റോമിക് നമ്പർ 7 ആണ് അല്ലേ. അതുപോലെ തന്നെ ഫ്ലൂറിന്റെ അറ്റോമിക് നമ്പർ, ഹെൻറി മോയ്സൺ അല്ലേ ഫ്ലൂറിൻ കണ്ടെത്തിയത്. പഠിച്ചു വെക്കണം. ഫ്ലൂറിൻ എന്ന് പറയുന്ന മൂലകം കണ്ടെത്തിയതാണ് ഹെൻറി മോയ്സൺ ആണ്. അപ്പൊ ഫ്ലൂറിന്റെ അറ്റോമിക് നമ്പർ എത്രയാണ്, ഫ്ലൂറിന്റെ അറ്റോമിക് നമ്പർ 9 ആണ് അല്ലേ. നിയോണിന്റെ അറ്റോമിക് നമ്പർ 10 ആണ്. കാൽഷ്യത്തിന്റെ അറ്റോമിക് നമ്പർ 20 ആണ്. നമ്മൾ ഇതൊക്കെ പഠിക്കുന്നതാണ്. അതുപോലെ തന്നെ എന്താണ് നമ്മുടെ സിലിക്കണിന്റെ അറ്റോമിക് നമ്പർ ഉണ്ട് 14 ആണ്. ഫോസ്ഫറസിന്റെ അറ്റോമിക് നമ്പർ പഠിക്കുന്നതല്ലേ 15 ആണ്. അതുപോലെ തന്നെ 17 ക്ലോറിന്റെ അറ്റോമിക് നമ്പർ ആണ് അല്ലേ. അതുപോലെ തന്നെ എന്താണ് നമ്മുടെ സ്വർണത്തിന്റെ അറ്റോമിക് നമ്പറൊക്കെ നമ്മൾ പഠിക്കുന്ന സ്വർണം 79. അതുപോലെ തന്നെ മെർക്കുറി 80. യുറേനിയത്തിന്റെ അറ്റോമിക് നമ്പർ നമ്മൾ പഠിക്കുന്ന 92. അപ്പൊ അങ്ങനെ ഒരുപാട് മൂലകങ്ങളുടെ അറ്റോമിക് നമ്പർ നമ്മൾ പഠിക്കുന്നു. അതിൽ 99 ഐൻസ്റ്റീനിയം, 100 ഫെർമിയം, അതുപോലെ തന്നെ 101 മെന്റലീവിയം. ഇങ്ങനെ അറ്റോമിക് നമ്പറുകൾ നമ്മൾ പഠിക്കുന്നതാണ് ഓരോ എന്താണ് എലമെന്റ്സിന്റെയും. അപ്പോൾ ഇവിടെ നമ്മൾ പഠിക്കുന്ന മൂലകങ്ങളും അതിന്റെ ഓറും അയിരുകളുമാണ് പഠിക്കുന്നത്. അലൂമിനിയം ബോക്സൈറ്റ് ക്രയോലൈറ്റ് ആണെങ്കിൽ, ഇരുമ്പ് ഹേമറ്റൈറ്റും മാഗ്നറ്റൈറ്റും ആണെങ്കിൽ, ടൈറ്റാനിയം റൂട്ടൈലും ഇൽമനൈറ്റുമാണ്. ഇനി അതുപോലെ ലെഡിന്റെ എന്താണ് അയിര് ഏതാണ്, ഗലീനിയാണ്. ലെഡ് ഗലീനിയാണ്. അതുപോലെ തന്നെ വെള്ളി എന്താണ്, അർജന്റേറ്റ്. അതുപോലെ തന്നെ സ്വർണ്ണം ഏതാണ്, ബിസ്മത്തും അറേറ്റുമാണ്. പഠിച്ചു വെക്കണേ. സ്വർണ്ണം ഏതാണ്, ബിസ്മത്തും അറേറ്റുമാണ്. വെള്ളി ഏതാണ്, അർജന്റേറ്റ് ആണ്. അതുപോലെ തന്നെ പിന്നീട് ഏത് പറയാം, നമ്മുടെ യുറേനിയം ഏതാണ്, യുറേനിയം പിച്ച് ബ്ലെൻഡ് ആണ്. യുറേനിയം ഏതാണ്, പിച്ച് ബ്ലെൻഡ് ആണ്. സിങ്ക് ഏതാണ്, സിങ്കിന്റെ അയിര് ഏതാണ്, കെലാമിൻ ആണ്. സിങ്ക് ബ്ലെൻഡ് ആണ്. ഇതൊക്കെ എന്താണ്, സിങ്കിന്റെ അയിരാണ്. പഠിച്ചു വെക്കണേ. അതുപോലെ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യാം, ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. പിന്നീട് നമ്മൾ പറയുന്ന പ്രധാനപ്പെട്ടും ചെറിയ അധ്യായങ്ങളിലെ യൂണിറ്റുകളും അളവുകളുമാണ്. കൃത്യമായിട്ട് നമുക്കറിയാം നീളത്തിന്റെ യൂണിറ്റ് എന്നറിയപ്പെടുന്ന മീറ്റർ അല്ലേ മക്കളെ. നീളത്തിന്റെ യൂണിറ്റ് എന്നറിയപ്പെടുന്നത് മീറ്റർ ആണെങ്കിൽ, ഭാരത്തിന്റെ യൂണിറ്റ് കിലോഗ്രാം ആണെങ്കിൽ, പ്രകാശ തീവ്രതയുടെ യൂണിറ്റ് ചോദിക്കുന്ന ചോദ്യമാണ്. പ്രകാശ തീവ്രതയുടെ യൂണിറ്റ് ക്യാൻഡിലയാണ്. ലെൻസിന്റെ പവറോ ഡയോപ്റ്റർ ആണ്. പഠിച്ചു വെക്കണം. പ്രകാശ തീവ്രത ക്യാൻഡില ആണെങ്കിൽ എന്താണ്, ലെൻസിന്റെ പവർ ഡയോപ്റ്റർ ആണെങ്കിൽ, പൊട്ടൻഷ്യൽ വ്യത്യാസം വോൾട്ട് ആണെങ്കിൽ, അതൊക്കെ ഒന്ന് ഒരു കുതിരശക്തി എത്ര മക്കളെ, ഒരു കുതിരശക്തി 746 വാട്ടാണ്. പഠിച്ചു വെക്കണേ. ഒരു കുതിരശക്തി ഒരു ഹോഴ്സ് പവർ എന്നറിയപ്പെടുന്നത് 746 വാട്ടാണ്. അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. പിന്നീട് നമുക്ക് പറയുന്നത് എന്താണ്, വൈദ്യുത പ്രവാഹമുണ്ട്, പ്രതിരോധമുണ്ട്, ചാർജ് ഉണ്ട്. പഠിച്ചു വെക്കണം. ഇത് മൂന്നിനും നമുക്ക് ഇട്ടുകൊടുക്കാം. വൈദ്യുത പ്രവാഹത്തിന്റെ യൂണിറ്റ് എന്നറിയപ്പെടുന്നത് ആംബിയർ അല്ലേ. വൈദ്യുത പ്രതിരോധത്തിന്റെ യൂണിറ്റ് എന്നറിയപ്പെടുന്നത് ഓം ആണ്. വൈദ്യുത ചാർജിന്റെ യൂണിറ്റ് കൂളോം ആണ്. പഠിച്ചു വെക്കണം. ഇത്രയും 3 പോയിന്റുകളൊന്ന് പഠിച്ചു വെക്കണം. എന്താണ്, വൈദ്യുത പ്രവാഹത്തിന്റെ യൂണിറ്റ് ആംബിയർ ആണെങ്കിൽ, വൈദ്യുത പ്രതിരോധത്തിന്റെ യൂണിറ്റ് ഓം ആണെങ്കിൽ, വൈദ്യുത ചാർജിന്റെ യൂണിറ്റ് കൂളോം ആണ്. ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് നോട്ട് ചെയ്ത് അളവുകളും അടിസ്ഥാന അളവുകളും യൂണിറ്റുകളും എടുക്കുമ്പോൾ ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. നമുക്ക് ടോപ്പിക്കിലുള്ളതാണ് അടിസ്ഥാന അളവുകളും യൂണിറ്റുകളും. അപ്പോൾ നമ്മൾ പറഞ്ഞ നീളം മീറ്റർ ആണ്, ഭാരം കിലോഗ്രാം ആണ്. ഫോഴ്സിന്റെ യൂണിറ്റ് എന്താണ്, ഫോഴ്സിന്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്. ബലത്തിന്റെ യൂണിറ്റ് എന്നറിയപ്പെടുന്നത് ന്യൂട്ടൺ ആണ്. ഊർജം, പ്രവൃത്തി, ഊഷ്മാവ് ഇതിന്റെയൊക്കെ യൂണിറ്റ് എന്താണ്, ഏതാണ്, ജൂളാണ്. അങ്ങനെ അതുകൂടെ ഒന്ന് പഠിച്ചു. ഊർജത്തിന്റെയൊക്കെ യൂണിറ്റ് എന്താണ്, ജൂളാണ്. അപ്പോൾ അതുപോലെ തന്നെ ഊഷ്മാവിന്റെ യൂണിറ്റ്, താപത്തിന്റെ യൂണിറ്റ് എന്താണ്, കെൽവിൻ ആണ്. താപത്തിന്റെ യൂണിറ്റ് എന്താണ്, കെൽവിൻ ആണ്. ഊർജം, പ്രവൃത്തി, ഊഷ്മാവൊക്കെയാണ് ജൂള്. അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണേ. വളരെ സിമ്പിൾ ആയിട്ട് പഠിച്ചു വെക്കണേ. പിന്നെ അതുപോലെ തന്നെ പിന്നീട് നമുക്ക് അടുത്തൊരു ടോപ്പിക് എടുക്കുകയാണെങ്കിൽ 1857 വിപ്ലവമാണ്. ചെറിയ അധ്യായങ്ങളാണ്. ചെറിയ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് പോകാം. 1857 വിപ്ലവം എന്നാണ്, ഒന്നാം സ്വാതന്ത്ര്യ സമരം. 57 വിപ്ലവം അല്ലേ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നത്. ഈ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ രക്തസാക്ഷി ആരാണ്, മംഗൾ പാണ്ഡെയാണ് അല്ലേ. ഇനി അതായത് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ രക്തസാക്ഷി എന്നറിയപ്പെടുന്നത് മംഗൾ പാണ്ഡെയാണ്. ആദ്യ മുസ്ലിം രക്തസാക്ഷി എന്നറിയപ്പെടുന്നത് അഷ്ഫഖുല്ല ഖാൻ അല്ലേ. ആദ്യ മുസ്ലിം രക്തസാക്ഷി എന്നറിയപ്പെടുന്നത്
എന്നറിയപ്പെടുന്നത് അഷ്ഫഖ് ഉല്ലാ ഖാൻ ആണെങ്കിൽ ആദ്യ വനിതാ രക്തസാക്ഷി എന്നറിയപ്പെടുന്നത് പ്രീതിലത വഡോദറാണ്. നമ്മളതൊക്കെ പഠിക്കുന്നതാണ്. അപ്പോൾ 1857 മെയ് 10 ഒന്നാം സ്വാതന്ത്ര്യ സമരം അഥവാ ആദ്യത്തെ വിപ്ലവം നടക്കുന്നത്. ഇതിൽ ഓരോ സ്ഥലങ്ങളിൽ നേതൃത്വം കൊടുത്ത വ്യക്തികളെയാണ് നമ്മുടെ ഈ ചെറിയ അധ്യായത്തിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. എന്താണ് അത്? കാൺപൂരിൽ നേതൃത്വം കൊടുത്തത് നാനാ സാഹിബ് ആണെങ്കിൽ ലക്നൌവിൽ നേതൃത്വം കൊടുത്തത് ബീഗം ഹസ്രത്ത് മഹലാണ്. എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് ലക്നൌവിൽ നേതൃത്വം കൊടുത്തത് ബീഗം ഹസ്രത്ത് മഹലാണ്. അതുപോലെ തന്നെ ബീഹാറിലും ആരയിലും നേതൃത്വം കൊടുത്തത് കൻവർ സിംഗ്. നമ്മുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ വന്ധ്യ വയോധികൻ എന്നറിയപ്പെടുന്ന ആരാ? കൻവർ സിംഗ്. അദ്ദേഹമാണ് എന്ത് ചെയ്തത്? ബീഹാറിലും അതുപോലെ തന്നെ ആരയിലും നേതൃത്വം കൊടുത്തത് ആരാണ്? കൻവർ സിംഗ് ആണ്. പഠിച്ചു വെക്കണേ. നമ്മുടെ ഡൽഹിയിൽ നേതൃത്വം കൊടുത്ത ആരാണ്? നമ്മുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ ചക്രവർത്തി എന്നറിയപ്പെടുന്ന എന്താണ്? ബഹദൂർ ഷാ രണ്ടാമനാണ്. നമ്മുടെ ഡൽഹിയിൽ നേതൃത്വം കൊടുത്തത് ബഹദൂർ ഷാ രണ്ടാമനാണ്. ഒന്ന് പഠിച്ചു വെക്കണേ. അപ്പൊ കാൺപൂരില് നാനാ സാഹിബ്, അതുപോലെ തന്നെ ബീഹാർ ആരയിലും കൻവർ സിംഗ്, ലക്നൌവില് ബീഗം ഹസ്രത്ത് മഹൽ, അതുപോലെ തന്നെ ഝാൻസിയിൽ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഝാൻസി റാണി ലക്ഷ്മിബായി ആണ്. ഝാൻസിയിൽ നേതൃത്വം കൊടുത്തതും ഗോളിയോറിൽ നേതൃത്വം കൊടുത്തതും ആരാണ്? ഝാൻസി റാണി ലക്ഷ്മിബായി ആണ്. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കണേ. പിന്നെ മാൻഡോസറിൽ നേതൃത്വം കൊടുത്തത് ആരാണ്? ഫിറോഷയാണ്. ഫിറോഷയാണ് എന്ത് ചെയ്തത്? മാൻഡോസറിൽ നേതൃത്വം കൊടുത്തത്. കോട്ടയിൽ എന്താണ്? കോട്ടയിൽ നേതൃത്വം കൊടുത്തത് ജയ്ദയാലാണ്. പഠിച്ചു വെക്കണേ. കോട്ടയിൽ നേതൃത്വം കൊടുത്തത് ജയ്ദയാൽ ആണെങ്കിൽ ആസാമിൽ നേതൃത്വം കൊടുത്തത് മണിറാമാണ്. പഠിച്ചു വെക്കണേ. ആസാമിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുത്തത് മണിറാമാണ്. ഹരിയാനയിൽ ആരാണെന്ന് ചോദിക്കുക. ഹരിയാനയിൽ നേതൃത്വം കൊടുത്തത് റാവു തുലാറാമാണ്. പഠിച്ചു വെക്കണേ. ഹരിയാനയിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുത്തത് 57 വിപ്ലവത്തിന് നേതൃത്വം കൊടുത്തത് എന്താണ്? റാവു തുലാറാമാണ്. അതുപോലെ തന്നെ മീററ്റ്, നമുക്കറിയാം ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ട സ്ഥലം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തർപ്രദേശിലെ മീററ്റ് ആണ്. ആ മീററ്റിൽ നേതൃത്വം കൊടുത്തത് കദം സിംഗ് ആണ്. പഠിച്ചു വെക്കണേ. കദം സിംഗ് ആണ്. അപ്പോൾ ഇത്രയും നിങ്ങൾ ഈ പെട്ടെന്ന് പറയുന്നതുകൊണ്ട് ഒരു ഇതാകരുത്, എഴുതിയെടുക്കുക, പരമാവധി കേട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതൊക്കെ ഒരു ചെറിയ അധ്യായങ്ങൾ, നമുക്ക് പെട്ടെന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഗമാണ്. അപ്പോൾ എന്ത് ചെയ്യുക, ഇതൊക്കെ മാച്ച് ദ ഫോളോയിങ് ഒക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, നമുക്ക് തെറ്റിക്കാതിരിക്കാൻ വേണ്ടി ഒന്ന് പറഞ്ഞു പോകുന്നതാണ്. ഒന്ന് കേട്ടിരിക്കാം. അതുപോലെ തന്നെ മീററ്റിൽ നേതൃത്വം കൊടുത്തത് ആരാണ്? കദം സിംഗ് ആണ്. പഠിച്ചു വെക്കണം. പിന്നീട് നമ്മൾ ദേശീയ ജലപാതയിലോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ചെറിയ കുറച്ച് ടോപ്പിക്കുകളാണ്. ദേശീയ ജലപാത എടുത്തു കഴിഞ്ഞാൽ നമ്മളൊരു 6 ദേശീയ ജലപാത പ്രധാനമായിട്ടും പഠിച്ചിരിക്കുക. എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. NW1 ദേശീയ ജലപാത 1 എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? എന്താണ്? ഏതൊക്കെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു? അലഹബാദിനെയും ഹാൽഡിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് NW1. ഏത് നദിയിലാണെന്ന് ചോദിക്കുക. NW1 ഗംഗാ നദിയിലാണ്, ബ്രഹ്മപുത്രയല്ലേ. NW1 ബന്ധിപ്പിക്കുന്നത് അലഹബാദിനെയും ഹാൽഡിയെയുമാണ്. ഏത് നദിയിലാണെന്ന് ചോദിച്ചാൽ ഇന്ത്യയുടെ ദേശീയ നദിയായ ഗംഗാ നദിയിലാണ്. ഗംഗാ നദി ഇന്ത്യയുടെ ദേശീയ നദിയായി പ്രഖ്യാപിച്ച വർഷം എന്നാണ് 2008 നവംബർ 4 പഠിച്ചു വെക്കണം. എന്താണ്? 2008 നവംബർ 4. അപ്പോൾ ഇന്ത്യയുടെ ദേശീയ നദിയായ ഗംഗയിലാണ് ആദ്യത്തെ ദേശീയ ജലപാത അലഹബാദിനെയും ഹാൽഡിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത്, അല്ലേ? ഇത് എത്ര കിലോമീറ്റർ നീളമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1620 കിലോമീറ്റർ നീളമാണ് NW1-ൻ്റെത്. അടുത്തത് NW2 ആണ്. സാദിയെയും ദുബ്രിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന, ആസാമിലാണ് സാദിയെയും ദുബ്രിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന രണ്ടാമത്തെ ദേശീയ ജലപാത ഏത് നദിയിലാണെന്ന് ചോദിക്കും. ഏതാണ്? ബ്രഹ്മപുത്ര നദിയിലാണ്. കേരളത്തിന്റെ ഇന്ത്യയുടെ ചുവന്ന നദി എന്നറിയപ്പെടുന്ന ബ്രഹ്മപുത്ര നദിയിലാണ്. ബംഗ്ലാദേശിലാണ് ഏറ്റവും കൂടുതൽ ഒഴുകുന്നത് ബ്രഹ്മപുത്ര നദി, ഇല്ലേ? അപ്പോൾ പഠിച്ചു വെക്കണം. അപ്പോൾ ഇത്രയും കാര്യം, അതായത് NW2 ബന്ധിപ്പിക്കുന്നത് സാദിയെയും ദുബ്രിയെയും തമ്മിലാണ്. ഏത് നദിയിലാണ്? ബ്രഹ്മപുത്ര നദിയിലാണ്. എത്ര കിലോമീറ്റർ ആണ്? 891 കിലോമീറ്റർ ആണ്. പഠിച്ചു വെക്കണം. എത്ര കിലോമീറ്റർ ആണ്? 891 കിലോമീറ്റർ ആണ്. ഇനി എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന NW3 കൊല്ലം കോഴിക്കോടിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. കൊല്ലത്തെയും കോഴിക്കോടിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന നദി വെസ്റ്റ് കോസ്റ്റ് കനാൽ എന്നറിയപ്പെടുന്നത് ഈ പറഞ്ഞ NW3 ആണ്. പഠിച്ചു വെക്കണം. NW3 ആണ് വെസ്റ്റ് കോസ്റ്റ് കനാൽ എന്നറിയപ്പെടുന്നത് ദേശീയ ജലപാത ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ NW3 ആണ്. 365 കിലോമീറ്റർ. പഠിച്ചു വെക്കണേ. 365 കിലോമീറ്റർ. പിന്നീട് അടുത്തത് NW4 ആണ്. കാക്കിനാഡ പുതുച്ചേരിയെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന നദിയാണ്. ഏതാണ്? ഏത് സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന നദിയാണ്? ഗോദാവരി നദി. ഉപദ്വീപ് ഇന്ത്യയിലെ ഏറ്റവും വലിയ നദിയല്ലേ ഗോദാവരി നദി. ഗോദാവരിയുടെ നീളം എത്ര? 1465, അല്ലേ? പഠിച്ചു വെക്കണം. നാസിക്കിൽ നിന്ന് ഉത്ഭവിക്കുന്നത്, അല്ലേ? പഠിച്ചു വെക്കുക. അപ്പോൾ NW4 ബന്ധിപ്പിക്കുന്നത് കാക്കിനാടയും പുതുച്ചേരിയും തമ്മിലാണ്. ഈ കാക്കിനാടയും പുതുച്ചേരിയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന നദി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗോദാവരി നദിയാണ്. 2890 കിലോമീറ്റർ. NW4ന്റെ നീളം 2890 കിലോമീറ്റർ. ഇത്രയും കാര്യങ്ങളൊന്ന് നോക്കി വെക്കാം.
പിന്നെ അടുത്ത NW5 ആണ്. താൽച്ചാറിനെയും പാരദീപിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് NW5. പഠിച്ചു വെക്കണം. NW5 ആരൊക്കെ തമ്മിലാണ്? താൽച്ചാറിനെയും പാരദീപിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന നദി. എത്ര കിലോമീറ്റർ നീളമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 623 കിലോമീറ്റർ നീളമാണ്. ഈ NW5നെ മക്കളെ ഈസ്റ്റ് കോസ്റ്റ് കനാൽ എന്നറിയപ്പെടുന്നത്, പഠിച്ചു വെക്കണം. വെസ്റ്റ് കോസ്റ്റ് കനാൽ എന്നറിയപ്പെടുന്ന NW3 ആണെങ്കിൽ ഈസ്റ്റ് കോസ്റ്റ് കനാൽ എന്നറിയപ്പെടുന്നത് NW5 ആണ്. പഠിച്ചു വെക്കണം. പിന്നീട് നമ്മൾ പറയുന്നത് എന്താണ്? NW6 ആണ്. ഈ ജലപാതയും കൂടെ പഠിച്ചു. NW6 ദേശീയ ജലപാത NW6 എന്നറിയപ്പെടുന്ന ഏതാണ്? ലക്കിപ്പൂറിനെയും ഭാംഗ്രയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന, പഠിച്ചു വെക്കണം. ലക്കിപ്പൂറിനെയും ഭാംഗ്രയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ഏതാ? ഈ പറഞ്ഞ NW6. ഏത് നദിയിലാണെന്ന് ചോദിക്കും? ബറാക്ക് നദിയിലാണ്. ഏതാണ്? ബറാക്ക് നദിയിലാണ്. നീളം പഠിച്ചു വെക്കുക. എത്രയാണ്? 71 കിലോമീറ്റർ ആണ്. അതൊന്ന് 121 കിലോമീറ്റർ ആണ്. അത് കൃത്യമായിട്ടൊന്ന് നോട്ട് ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക? ദേശീയ ജലപാത എടുക്കുമ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്താണ്? വെസ്റ്റ് കോസ്റ്റ് കനാൽ NW3 ആണെങ്കിൽ ഈസ്റ്റ് കോസ്റ്റ് കനാൽ എന്നറിയപ്പെടുന്നത് NW5 ആണ്. ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. പിന്നെ ഒരു ചെറിയ അധ്യായം എടുത്തു കഴിഞ്ഞാൽ ഖാരിഫ് വിള അല്ലേ? നമ്മൾ വിളകൾ, കൃഷി രീതികളൊക്കെ നമ്മൾ പഠിച്ചു. ഖാരിഫ് വിളയുണ്ട്, റാബി വിളയുണ്ട്, സെയ്ദ് വിളയുണ്ട്. എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് അല്ലേ? ചെറിയ അധ്യായത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് നമ്മുടെ കൃഷി രീതി. കേരളത്തിലെ പ്രധാന കൃഷി രീതി, അതായത് മഴക്കാല കൃഷി രീതികളുണ്ട്, മഞ്ഞുകാല കൃഷി രീതികളുണ്ട്, വേനൽക്കാല കൃഷി രീതികളുണ്ട്. മഴക്കാല കൃഷിയാണ് ഖാരിഫ് വിള. അതായത് മഴക്കാലം എന്ന് പറയുമ്പോഴേ നമുക്ക് ഓർമ്മ വരണം ജൂൺ മാസങ്ങളിലായിരിക്കും. ജൂൺ ജൂലൈ മാസങ്ങളിൽ കൃഷി ഇറക്കിയിട്ട് ഒരു ഒക്ടോബർ നവംബർ മാസങ്ങളിൽ വിളവെടുക്കുന്നതാണ്. ഏതാണ്? ഒക്ടോബർ നവംബർ അല്ല, സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ എന്ത് ചെയ്യും? വിളവെടുക്കുന്നതാണ് ഏത്? ഈ പറഞ്ഞ ഖാരിഫ് വിളകൾ എന്ന് പറയുന്നത് മഴക്കാല കൃഷി. ഇതിൽ ഏതൊക്കെ വരുന്നതാണ്? നെല്ല് വരുന്നുണ്ട്, അതുപോലെ തന്നെ എന്താണ്? ചോളം വരുന്നുണ്ട്, ബജ്റ വരുന്നുണ്ട്, അങ്ങനെ അതുപോലെ തന്നെ നീലക്കടല, ഈ പരുത്തി, ഇതൊക്കെ കൃഷി ചെയ്യുന്നത് ഈ ഖാരിഫ് വിളകളാണ് മക്കളെ. അതായത് ഇതൊക്കെ കൃഷി ചെയ്യുന്ന മഴക്കാല കൃഷി രീതി. അപ്പം ഖാരിഫ് വിളകൾക്ക് ഉദാഹരണം ഏതൊക്കെയാണ്? നെല്ല് വരുന്നുണ്ട്, ചോളം വരുന്നുണ്ട്, ബജ്റ, അതുപോലെ തന്നെ പരുത്തി, നീലക്കടല. ഇതൊക്കെ ഏതാണ്? കടലയൊക്കെ ഇതിനകത്ത് വരുന്നതാണ് ഖാരിഫ് വിളകളാണ്. ഇനി മഞ്ഞുകാല കൃഷിയായ റാബി വിളകൾ കൂടെ നോക്കി വെക്കണം. റാബി വിളകൾ എന്ന് പറയുമ്പോൾ ഏത് സമയമായിരിക്കാം? ഒരു എന്താണ്? മഞ്ഞുകാല കൃഷിയാണ്. ആ സമയം എന്ന് പറയുന്നത് എന്താണ്? ഒരു ഒക്ടോബർ നവംബർ മാസങ്ങളിൽ കൃഷി ഇറക്കിയിട്ട് ഒരു ഏപ്രിൽ മെയ് മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ വിളവെടുക്കുന്നതാണ് ഏതാ? റാബി വിള എന്ന് പറയുന്നത്. ഈ റാബി വിളകൾക്ക് ഉദാഹരണം എന്തൊക്കെയാണ്? വെളുത്തുള്ളി എന്താണ്? റാബി വിളകൾക്ക് ഉദാഹരണം. റാബി വിളകളല്ലേ? എന്താണ്? വെളുത്തുള്ളി, അതുപോലെ തന്നെ പുകയില, അതാണ് മസ്റ്റാർഡ്, കടുക്. അപ്പോൾ വെളുത്തുള്ളി, കടുക്, പുകയില, ഇതൊക്കെ ഏതിനൊന്ന്? ഗോതമ്പ്. പ്രധാനമായിട്ട് റാബി വിളയ്ക്ക് ഉദാഹരണമാണ് ഗോതമ്പ്. എപ്പോഴും ഓപ്ഷനിൽ കാണുന്നതാണ് ഗോതമ്പ്. ഇതൊക്കെ ഏതാണ്? റാബി വിളകൾക്ക്, മഞ്ഞുകാല കൃഷിക്ക് ഉദാഹരണങ്ങളാണ്. അതുപോലെ തന്നെ പിന്നാണ് സെയ്ദ് വിളകൾ എന്നറിയപ്പെടുന്നത്. സെയ്ദ് വിളകൾ വേനൽക്കാല കൃഷിയാണ്. അതായത് ഏത് മാസമായിരിക്കും? ഒരു ഏപ്രിൽ മെയ് മാസങ്ങളിൽ കൃഷി ഇറക്കുന്നു, ഒരു ജൂൺ ആരംഭത്തോടു കൂടി എടുക്കുന്നു. അതായത് വേനൽക്കാല കൃഷി. ചൂട് കൂടുതലല്ലേ? ഏപ്രിൽ മെയ് മാസങ്ങളിലൊക്കെ ചൂട് കൂടുതലാണ്. അപ്പോൾ വേനൽക്കാല കൃഷിയാണ്. പഴം, പച്ചക്കറിയൊക്കെ കൃഷി ചെയ്യുന്നത് വേനൽക്കാല കൃഷി രീതികളിൽ പെടുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക? ഖാരിഫ് വിളകൾ, റാബി വിളകൾ, സെയ്ദ് വിളകൾ, ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. പിന്നീട് കേരള കാർഷിക സ്ഥാപനങ്ങളാണ് കേരള കാർഷിക ഗവേഷണ കേന്ദ്രങ്ങളാണ്. ഒന്ന് ഓടിച്ചൊന്ന് പറഞ്ഞു പോകാം. കേരള ഏത്തവാഴ ഗവേഷണ കേന്ദ്രം എവിടെ? കണ്ണാറ, തൃശ്ശൂരാണ്. കേരളത്തിലെ ഏത്തവാഴ ഗവേഷണ കേന്ദ്രം കണ്ണാറ, തൃശ്ശൂരാണ്. കേരളത്തിലെ കുരുമുളക് ഗവേഷണ കേന്ദ്രം ഏതാണ്? പന്നിയൂർ, കണ്ണൂരാണ്. പഠിച്ചു വെക്കണം. കേരളത്തിലെ കുരുമുളക് ഗവേഷണ കേന്ദ്രം എന്നറിയപ്പെടുന്നത് പന്നിയൂര്, കണ്ണൂരാണെങ്കിൽ കേരളത്തിലെ കാപ്പി ഗവേഷണ കേന്ദ്രം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വയനാട് ജില്ലയിലെ ചൂണ്ടയിലാണ്. പഠിച്ചു വെക്കണേ. കേരളത്തിലെ കാപ്പി ഗവേഷണ കേന്ദ്രം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വയനാട് ജില്ലയിലെ ചൂണ്ടയിലാണ്. കേരള ഇഞ്ചി ഗവേഷണ കേന്ദ്രം വയനാട് തന്നെയാണ്, അമ്പലവയൽ. തിരിഞ്ഞു പോകല്ലേ? അപ്പൊ കേരളത്തിലെ ഇഞ്ചി ഗവേഷണ കേന്ദ്രം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമ്പലവയൽ, വയനാടാണ്. കേരളത്തിലെ പുൽത്തൈല ഗവേഷണ കേന്ദ്രം എവിടാ? ഓടക്കാലി, എറണാകുളമാണ്. പഠിച്ചു വെക്കണേ. കേരളത്തിലെ പുൽത്തൈല ഗവേഷണ കേന്ദ്രം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓടക്കാലി, എറണാകുളമാണ്. കേരളത്തിലെ കൈതച്ചക്ക ഗവേഷണ കേന്ദ്രം ഏതാണ്? വെള്ളാനിക്കര, വാഴക്കുളമാണ്. പഠിച്ചു വെക്കണം. കേരളത്തിലെ കൈതച്ചക്ക ഗവേഷണ കേന്ദ്രം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെള്ളാനിക്കര, വാഴക്കുളമാണ്. അതുപോലെ തന്നെ കേരളത്തിലെ കശുമാവ് ഗവേഷണ കേന്ദ്രം, അതായത് കശുമാവ് ഗവേഷണ കേന്ദ്രം എപ്പോഴും ചോദിക്കുന്ന ഏതാണ്? ആനക്കയം, മലപ്പുറം ജില്ലയിലാണ്. മാടക്കത്തറ, തൃശ്ശൂരാണ്. ഈ രണ്ട് സ്ഥലങ്ങളിലാണ് കേരളത്തിലെ എന്താണ്?
ഈ പറഞ്ഞ കശുമാവ് ഗവേഷണ കേന്ദ്രം എന്ന് പറയും. അതുപോലെ തന്നെ കേരളത്തിലെ നാളികേര ഗവേഷണ കേന്ദ്രം എവിടെ? കട്ടച്ചാങ്കുഴി ബാലരാമപുരമാണ്. കേരളത്തിലെ നാളികേര ഗവേഷണ കേന്ദ്രം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കട്ടച്ചാങ്കുഴി ബാലരാമപുരമാണ്. അതുപോലെ തന്നെ കേരള റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്ന എവിടെ? കോട്ടയമാണ്. കേരള റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്ന എവിടെ? കോട്ടയമാണ്. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം ഏത് ജില്ലയിലാണ്? കാസർഗോഡ് ജില്ലയിലെ കുടുലു എന്ന് പറയുന്ന പ്രദേശം. പഠിച്ചു വെക്കണേ. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം കാസർഗോഡ് കുടുലു ആണെങ്കിൽ, കേന്ദ്ര കിഴങ്ങ് വിള ഗവേഷണ കേന്ദ്രം ശ്രീകാര്യമാണെങ്കിൽ എന്താണ് കണ്ടൽ വനങ്ങളുടെ ഗവേഷണ കേന്ദ്രം എന്നറിയപ്പെടുന്നത് ഏതാണ്? 1000 തെങ്ങ് കൊല്ലമാണ്. പഠിച്ചു വെക്കുക. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടൽ വനങ്ങളുള്ളത് കൊല്ലമല്ല, ഏതാണ്? കണ്ണൂർ ജില്ലയിലാണ്. അപ്പൊ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടൽ വനങ്ങളുള്ളത് കണ്ണൂരാണെങ്കിൽ, പക്ഷേ കണ്ടൽ വന ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് 1000 തെങ്ങ് കൊല്ലമാണ്. പഠിച്ചു വെക്കണം. അപ്പൊ കേന്ദ്ര കിഴങ്ങ് വിള ഗവേഷണ കേന്ദ്രം ശ്രീകാര്യമാണെങ്കിൽ, കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം കാസർഗോഡ് കുടുലുവാണ്. പഠിച്ചു വെക്കണം. ഇത്രയും കാര്യങ്ങൾ കാർഷിക ഗവേഷണ സ്ഥാപനങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. പിന്നീട് അതുപോലെ തന്നെ നമ്മുടെ കരിമ്പ് ഗവേഷണ കേന്ദ്രം തിരുവല്ല പത്തനംതിട്ടയാണ്. എന്താണ് കരിമ്പ് ഗവേഷണ കേന്ദ്രം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിരുവല്ല പത്തനംതിട്ടയാണ്. അതുപോലെ തന്നെ ഏലം ഗവേഷണ കേന്ദ്രമുണ്ട്, കേന്ദ്ര ഏലം ഗവേഷണ കേന്ദ്രമുണ്ട്. അപ്പോൾ കേരളത്തിലെ ഏലം ഗവേഷണ കേന്ദ്രം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടാണ്? പാമ്പാടും പാറയാണ്. പഠിച്ചു വെക്കണം. പാമ്പാടും പാറ ഇടുക്കിയാണ്. കേന്ദ്ര ഏലം ഗവേഷണ കേന്ദ്രം ചോദിച്ചു കഴിഞ്ഞാൽ മയിലാടുംപാറയാണ്. തിരിഞ്ഞു പോലെ. പാമ്പാടുംപാറ കേരളമാണ്, കേന്ദ്രമാണെങ്കിൽ മയിലാടുംപാറയാണ്. തിരിഞ്ഞു പോകരുത്. ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. പിന്നീട് നമുക്ക് കടമെടുത്ത ആശയങ്ങൾ, അതായത് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ കടമെടുത്ത ഒരുപാട് ആശയങ്ങളുണ്ട്. നമ്മൾ മറ്റു രാജ്യങ്ങളിൽ നിന്ന് കടമെടുത്ത ഒരുപാട് ആശയങ്ങളുണ്ട്. നമുക്കൊന്ന് പറയാം. നമ്മുടെ യൂണിയൻ ലിസ്റ്റും അതുപോലെ തന്നെ നമ്മുടെ സ്റ്റേറ്റ് ലിസ്റ്റും അവശിഷ്ട അധികാരവും ഒക്കെ കടമെടുത്തത് എവിടെ? ഏത് രാജ്യമാണ്? കാനഡയാണ്. അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ 2ാമത്തെ രാജ്യമല്ലേ കാനഡ എന്ന് പറയുന്നത്? ആ കാനഡയാണ് എന്തൊക്കെ നമ്മൾ അവിടെ നിന്ന് കടമെടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏതൊക്കെ ആശയങ്ങൾ കടമെടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യൂണിയൻ ലിസ്റ്റും സ്റ്റേറ്റ് ലിസ്റ്റും അവശിഷ്ട അധികാരവും ഒക്കെ കടമെടുത്തത് നമ്മുടെ കാനഡയിൽ നിന്നാണ്. ഇനി അടിയന്തരാവസ്ഥ നമ്മൾ കടമെടുത്തത് എവിടെ നിന്നാണ്? നമ്മുടെ 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്നാണ്. പഠിച്ചു വെക്കണേ. അപ്പോൾ അടിയന്തരാവസ്ഥ നമ്മൾ കടമെടുത്ത 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആണ്. അടിയന്തരാവസ്ഥ സമയത്ത് മൗലികാവകാശങ്ങൾ റദ്ദ് ചെയ്യുന്നത് ജർമ്മനിയിൽ നിന്ന് കടമെടുത്ത. പഠിച്ചു വെക്കണേ. അടിയന്തരാവസ്ഥ സമയത്ത് മൗലികാവകാശങ്ങൾ റദ്ദ് ചെയ്യുന്നത് ജർമ്മനിയിൽ നിന്ന് കടമെടുത്തതാണ്. അതുപോലെ തന്നെ ഭരണഘടനാ ഭേദഗതി കടമെടുത്തത് ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ്. ഭരണഘടനാ ഭേദഗതി കടമെടുത്തത് എവിടെ നിന്നാണ്? ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ്. അതുപോലെ തന്നെ നമ്മുടെ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പ്, അതുപോലെ തന്നെ രാജ്യസഭയിലേക്ക് അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യുന്നത്, ഇതൊക്കെ കടമെടുത്ത് എവിടെ നിന്നാണ്? അതായത് രാഷ്ട്രപതി തെരഞ്ഞെടുപ്പ്, രാജ്യസഭയിലേക്ക് അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യുന്നത്, മാർഗനിർദ്ദേശക തത്വങ്ങൾ, ഇതൊക്കെ കടമെടുത്തത് അയർലൻഡിൽ നിന്നാണ്. തിരിഞ്ഞു പോകല്ലേ. അയർലൻഡിൽ നിന്നാണ്. റിട്ടുകൾ കടമെടുത്ത് എവിടെ? റിട്ട് ബ്രിട്ടൻ. പഠിച്ച് ഇട്ട റിട്ടുകൾ എവിടെ നിന്ന് കടമെടുത്തു? ബ്രിട്ടനിൽ നിന്ന് കടമെടുത്തു. അതുപോലെ തന്നെ പാർലമെന്ററി സമ്പ്രദായം കടമെടുത്തത് ബ്രിട്ടനിൽ നിന്നല്ലേ. നിയമവാഴ്ച കടമെടുത്തത് ബ്രിട്ടനിൽ നിന്ന്. അപ്പൊ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്തോ. പിന്നെ അമേരിക്കയിൽ നിന്ന് കടമെടുത്തത് ആമുഖമാണ്. ആമുഖം അമേരിക്ക. പഠിച്ചു വെക്കണേ. ആമുഖം അമേരിക്ക. മൗലിക അവകാശങ്ങൾ അമേരിക്കയാണ്. അതുപോലെ തന്നെ പിന്നെന്തൊക്കെ പറയാം? ജുഡീഷ്യൽ റിവ്യൂ അമേരിക്കയിൽ നിന്ന് കടമെടുത്തതല്ലേ. ആമുഖം അമേരിക്ക, മൗലിക അവകാശങ്ങൾ അമേരിക്കയിൽ നിന്ന് കടമെടുത്തതാണ്. അമേരിക്കയുടെ ഭരണഘടന, ഇന്ത്യയുടെ ഭരണഘടന ലിഖിതമാണോ അലിഖിതമാണോ? ലിഖിത ഭരണഘടന. ഇന്ത്യയുടെ എന്ന് പറഞ്ഞാൽ എഴുതി തയ്യാറാക്കി. ലോകത്തിലെ ഏറ്റവും വലിയ ഭരണഘടനയാണ് ഇന്ത്യയുടെ ഭരണഘടന. അതായത് എഴുതപ്പെട്ട ഭരണഘടനയാണ് ഇന്ത്യയുടേത്. ഏറ്റവും ചെറിയ ഭരണഘടന എഴുതപ്പെട്ടത് അമേരിക്കയുടേതാണ് ഇല്ലേ. ജെയിംസ് മാഡിസൺ തയ്യാറാക്കിയ 1781 ജെയിംസ് മാഡിസൺ തയ്യാറാക്കിയ ഏതാണ്? അമേരിക്കയുടെ ഭരണഘടന. ഏറ്റവും ചെറിയ ഭരണഘടനയാണ്. അപ്പോൾ ഇന്ത്യയുടെ ഭരണഘടനയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഭരണഘടന എന്നറിയപ്പെടുന്നത് അല്ലേ. അപ്പോൾ അത് പഠിച്ചു വെക്കുക. അപ്പോൾ ഭരണഘടനാ ഭേദഗതിയുടെ ആമുഖം കടമെടുത്തത് അമേരിക്ക, മൗലിക അവകാശങ്ങൾ അമേരിക്ക. അതുപോലെ തന്നെ റിപ്പബ്ലിക് എന്ന് പറയുന്ന ആശയം, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. പഠിച്ചു വെക്കണേ. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം, റിപ്പബ്ലിക്. ഈ ആശയങ്ങൾ കടമെടുത്തത് ഫ്രാൻസിൽ നിന്നാണ്. തിരിഞ്ഞു പോകല്ലേ. റിപ്പബ്ലിക് എന്ന ആശയം രീതിയും സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന് പറയുന്ന ആശയവും കടമെടുത്ത ആരാണ്? ഫ്രാൻസിൽ നിന്നാണ് കടമെടുത്തത്. ഫ്രാൻസിൽ നിന്നാണ്. പഠിച്ചു വെക്കണേ.
അതുപോലെ തന്നെ നമ്മുടെ പഞ്ചവത്സര പദ്ധതികളും ആസൂത്രണ കമ്മീഷനുകളും കടമെടുത്ത് എവിടെ നിന്നാ? റഷ്യയിൽ നിന്നാണ്. നമ്മുടെ സാമൂഹ്യ നീതി, സാമ്പത്തിക നീതി, രാഷ്ട്രീയ നീതി ഇതെല്ലാം കടമെടുത്ത് എവിടെ നിന്നാ? റഷ്യയിൽ നിന്നാണ്. പഠിച്ചു വെക്കണേ. പഞ്ചവത്സര പദ്ധതി, ആസൂത്രണ കമ്മീഷൻ, മൗലിക കർത്തവ്യങ്ങൾ, സാമ്പത്തിക രീതി, സാമൂഹ്യ നീതി, അതുപോലെ രാഷ്ട്രീയ നീതി ഇതെല്ലാം കടമെടുത്ത് എവിടെ നിന്നാ? റഷ്യയിൽ നിന്നാണ്. ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. കടമെടുത്ത ആശയങ്ങൾ. അതുപോലെ തന്നെ നമ്മുടെ കൺകറന്റ് ലിസ്റ്റ്, അപ്പൊ സ്റ്റേറ്റ് ലിസ്റ്റ്, യൂണിയൻ ലിസ്റ്റ്, കാനഡ ആണെന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ കൺകറന്റ് ലിസ്റ്റ് കടമെടുത്ത രാജ്യം ഓസ്ട്രേലിയയാണ്. പഠിച്ചു വെക്കണേ. കൺകറന്റ് ലിസ്റ്റ് കടമെടുത്തത് ഓസ്ട്രേലിയയിൽ നിന്നാണ്. പഠിച്ചു വെക്കുക. കൺകറന്റ് ലിസ്റ്റും പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനവും കടമെടുത്തത് എവിടെ നിന്നാണ്? ഓസ്ട്രേലിയയിൽ നിന്നാണ്. അപ്പോൾ കടമെടുത്ത ആശയങ്ങൾ കൂടി എന്ത് ചെയ്യുക? ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. പിന്നീട് കേരളത്തിലെ മന്ത്രിമാർ, നമുക്കറിയാം ലാസ്റ്റ് ഒരു 10ാമത്തെ ടോപ്പിക്കാണ്. ഇത്രയും ടോപ്പിക്ക് നമ്മൾ പറഞ്ഞു. അപ്പോൾ ചെറിയ അധ്യായങ്ങൾ ലാസ്റ്റ് ഒരു 10ാമത്തെ ടോപ്പിക്. നമ്മൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് ടോപ്പിക്കുകൾ കൊണ്ടുവരാം. കാരണം ഇതെന്ന് പറഞ്ഞാൽ പരീക്ഷയ്ക്ക് എളുപ്പമായിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. ഇതൊന്നും നമുക്ക് തെറ്റിപ്പോകരുത്. ഒരു GK ആയിട്ട് വരുമ്പോൾ നമുക്കത് എന്ത് ചെയ്യത്? തെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടിയാണ്. കേരളത്തിലെ മന്ത്രിമാർ പറയുമ്പോൾ കേരളത്തിലെ ആദ്യ മന്ത്രിസഭ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ അല്ലേ? നമുക്കറിയാം EMS മന്ത്രിസഭയാണ്. 1957 ഏപ്രിൽ 5-നാണ് നമ്മുടെ ആദ്യ മന്ത്രിസഭ നിലവിൽ വരുന്നത്. കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി എന്നറിയപ്പെടുന്നത് EMS നമ്പൂതിരിപ്പാടാണ്. കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി EMS നമ്പൂതിരിപ്പാടാണ്. കേരളത്തിലെ ആദ്യത്തെ ആഭ്യന്തരമന്ത്രി, കേരളത്തിലെ ആദ്യത്തെ നിയമമന്ത്രി, കേരളത്തിലെ ആദ്യത്തെ ഇലക്ട്രിസിറ്റി വൈദ്യുത മന്ത്രി, ഇത് മൂന്നും കൂടെ ഒരാൾക്ക് ഇട്ടുകൊടുക്കാം. ആരാ? VR കൃഷ്ണ അയ്യർ. പഠിച്ചു വെക്കണേ. കേരളത്തിലെ ആദ്യത്തെ നിയമമന്ത്രി, വൈദ്യുത മന്ത്രി എന്നറിയപ്പെടുന്നതും നിയമമന്ത്രി എന്നറിയപ്പെടുന്നതും ആഭ്യന്തരമന്ത്രി എന്നറിയപ്പെടുന്നതും ആരാണ്? VR കൃഷ്ണ അയ്യറാണ്. കേരളത്തിലെ ആദ്യത്തെ ആരോഗ്യമന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ MR മേനോനാണ്. പഠിച്ചു വെക്കണേ. കേരളത്തിലെ ആദ്യത്തെ ആരോഗ്യമന്ത്രി. വകുപ്പുകളും മന്ത്രിമാർ ചോദിക്കുവേ. അപ്പോൾ കേരളത്തിലെ ആദ്യ മന്ത്രിസഭയിൽ എത്ര മന്ത്രിമാരുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 11 മന്ത്രിമാരാണ്. കേരളത്തിലെ ആദ്യ മന്ത്രിസഭയിൽ എത്ര മന്ത്രിമാരുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 11 മന്ത്രിമാരാണ് ഉള്ളത്. അതിൽ നമുക്കൊരു ഭരണഘടനാ ഭേദഗതി അവിടെ ഓർത്തൂടെ? അതായത് കേരളത്തിലെ ഇത്ര മന്ത്രിമാരെ ആവാം. അതായത് 21 മന്ത്രിമാരെ കൂടാനും പാടില്ല. കേരളത്തിൽ മാത്രമല്ല, സംസ്ഥാനങ്ങളുടെ അവസ്ഥയാണ്. 21 മന്ത്രിമാരെ കൂടാനും പാടില്ല, 11 മന്ത്രിമാരെ കുറയാനും പാടില്ല. ആ ഭേദഗതി ഏതാണ്? 91ാം ഭേദഗതിയാണ്. 2003-ലെ 91ാം ഭേദഗതി നമ്മൾ പഠിക്കുന്നതാണ്. അതെന്താണ്? നമ്മുടെ ലോകസഭയിലെയും അതുപോലെ നമ്മുടെ നിയമസഭകളിലെയും ആകെ സീറ്റുകളിൽ 15% വരാൻ പാടുള്ളൂ കേരള മന്ത്രിമാരുടെ എണ്ണം എന്ന് പറയുന്നത്. അതൊന്ന് പഠിച്ചു വെക്കണേ. അത് 91ാം ഭേദഗതിയാണ്. 21 മന്ത്രിമാരെ കൂടാൻ പാടില്ല, 11 മന്ത്രിമാരെ കുറയാനും പാടില്ല. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞ മന്ത്രിമാരും അവരുടെ വകുപ്പുകളുമാണ്. അതുപോലെ തന്നെ കേരളത്തിലെ അതായത് 11 മന്ത്രിമാരിൽ ആദ്യ മന്ത്രിസഭയിലെ വനിതാ മന്ത്രി ആരാണെന്ന് ചോദിക്കുക. ആദ്യത്തെ വനിതാ മന്ത്രി KR ഗൗരിയമ്മയാണ്. പഠിച്ചു വെക്കണേ. കേരളത്തിലെ ആദ്യത്തെ വനിതാ മന്ത്രി, മന്ത്രിസഭയിലെ ഒരേ ഒരു വനിതാ മന്ത്രിയാണ് ആര്? KR ഗൗരിയമ്മ. റവന്യൂ, കേരളത്തിലെ റവന്യൂ വകുപ്പാണ് കൈകാര്യം ചെയ്തത്. അതുപോലെ തന്നെ ഭക്ഷ്യവും വനവും കൈകാര്യം ചെയ്തത് KC ജോർജ് ആണ്. പഠിച്ചു വെക്കണേ. ഭക്ഷ്യവും വനവും കൈകാര്യം ചെയ്തത് KC ജോർജ് ആണ്. അതുപോലെ തന്നെ കേരളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി എന്നറിയപ്പെടുന്നത് ജോസഫ് മുണ്ടശ്ശേരിയാണ്. പഠിച്ചു വെക്കണേ. കേരളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി എന്നറിയപ്പെടുന്നത് ജോസഫ് മുണ്ടശ്ശേരിയാണ്. അദ്ദേഹത്തിന് ആത്മകഥയല്ലേ കൊഴിഞ്ഞ ഇലകൾ. പഠിച്ചു വെക്കണേ. കേരളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയാണ് ജോസഫ് മുണ്ടശ്ശേരി. കേരളത്തിലെ ആദ്യത്തെ ധനകാര്യമന്ത്രിയാണ് C അച്യുത മേനോൻ. കേരളത്തിലെ ആദ്യത്തെ ധനകാര്യമന്ത്രി എന്നറിയപ്പെടുന്നത് C അച്യുത മേനോനാണ്. കേരളത്തിലെ ആദ്യത്തെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി, പഠിച്ചു വെക്കണേ. കേരളത്തിലെ ആദ്യത്തെ എന്താണ്? തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയുണ്ട്. അത് PK ചാത്തൻ മാസ്റ്ററാണ്. കേരളത്തിലെ ആദ്യത്തെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി PK ചാത്തൻ മാസ്റ്ററാണ്. കേരളത്തിലെ ആദ്യത്തെ പബ്ലിക് വർക്ക്സ് ആ വകുപ്പ് കൈകാര്യം ചെയ്ത TA മജീദാണ്. പബ്ലിക് വർക്ക്സ് കൈകാര്യം ചെയ്തത് TA മജീദാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ തൊഴിൽ വകുപ്പ് മന്ത്രി തൊഴിലാരാണ്? TV തോമസ് ആണ്. അതുപോലെ തന്നെ വ്യവസായം KP ഗോപാലനാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ വിട്ടുപോട്ടണോ എന്ന് നോട്ട് ചെയ്യുക. അപ്പോൾ കേരളത്തിലെ മന്ത്രിമാരും അവരുടെ വകുപ്പുകളുമാണ് പറഞ്ഞത്. EMS നമ്പൂതിരിപ്പാട് കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രിയാണ്. ആഭ്യന്തരമന്ത്രി, നിയമം, വൈദ്യുതി ആർക്ക് ഇട്ടുകൊടുക്കാം? VR കൃഷ്ണ അയ്യറാണ്. ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ജോസഫ് മുണ്ടശ്ശേരിയാണ്. ധനകാര്യം കൈകാര്യം ചെയ്തത് C അച്യുത മേനോനാണ്. ആരോഗ്യം കൈകാര്യം ചെയ്തത് MR മേനോനാണ്. റവന്യൂ മന്ത്രി KR ഗൗരിയമ്മയാണ്. ഭക്ഷ്യവും വനവും KC ജോർജ് ആണ്. അതുപോലെ തന്നെ പബ്ലിക് വർക്ക്സ് TA മജീദാണ്. തദ്ദേശ സ്വയംഭരണം PK ചാത്തൻ മാസ്റ്ററാണ്. അതുപോലെ തന്നെ നമ്മുടെ തൊഴിൽ TV തോമസ്, വ്യവസായം KP ഗോപാലൻ. അപ്പോൾ ഇതുപോലെ എന്ത് ചെയ്യുക? വകുപ്പുകളും കൈകാര്യം ചെയ്ത വകുപ്പുകളും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ കേരള മന്ത്രിസഭ, ആദ്യത്തെ മന്ത്രിസഭയിൽ എത്ര മന്ത്രിമാരുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 11 മന്ത്രിമാരാണ്. ഇപ്പം നിലവിലെ മന്ത്രിമാരും അവരുടെ വകുപ്പുകളും നമുക്ക് കൃത്യമായിട്ട് പഠിക്കേണ്ടതുണ്ട്. അത് നമുക്ക് കൊണ്ടുവരാൻ ക്ലാസ്സുകളിലൂടെ.
അപ്പോൾ ഈ വീഡിയോ, ഈ ചെറിയ അധ്യായങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള ഇനിയും തുടർന്ന് നമുക്ക് GK കൊണ്ടുവരാം. കൃത്യമായിട്ട് നമുക്ക് കൺഫ്യൂസ് ആവുന്ന കുറച്ച് ഫാക്ട്സുകളൊക്കെ കൊണ്ടുവരാം. അപ്പോൾ തുടർന്നും നിങ്ങൾക്ക് വീഡിയോ കാണണമെങ്കിൽ നമുക്ക് ചാനലൊന്ന് നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്കെല്ലാം. അപ്പോൾ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.